ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എന്നും ഞാൻ വീടിൻ്റെ അകത്തിരുന്നല്ല വീഡിയോ പിടിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പയ്യെ ഇന്ന് ഇച്ചിരി തണുപ്പൊക്കെ കുറവുണ്ട്, അപ്പോൾ ഞാനൊന്ന് പുറത്തിറങ്ങി നിന്ന് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറഞ്ഞാണല്ലോ, ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ ജർമ്മൻ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ പഠിക്കാം അതിനുള്ള കുറച്ച് ടിപ്സുകളൊക്കെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതിനുശേഷം എനിക്ക് ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ്, ചേച്ചി B2 ഒക്കെ പഠിച്ചിട്ടാണ് ഞങ്ങൾ ജർമ്മനി വന്നത്, പക്ഷേ സംസാരിക്കാൻ അറിയത്തില്ല, സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, ഭയങ്കര പാടാണ്, ജോലിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് ഇപ്പോൾ സംസാരിക്കാനാണ്, അത് സംസാരിക്കാൻ പഠിക്കാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ ചേച്ചി എന്ന് ചോദിച്ച് മെസ്സേജൊക്കെ അയച്ചായിരുന്നു. അപ്പം ഞാൻ ഓർത്തു ഓരോരുത്തർക്കും ഇങ്ങനെ ഇപ്പം വാട്സപ്പിലാണെങ്കിലും മെസ്സേജ് അയക്കുന്നതിന് പകരം ഒരു വീഡിയോ ചെയ്യുവാണെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമല്ലോ. അപ്പം നിങ്ങൾ ജർമ്മൻ പഠിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനും എല്ലാത്തിനും ഒരുപാട് നന്ദി. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ സ്പീക്കിംഗ് ലെവൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അല്ല നിങ്ങൾ ഏത് മെത്തേഡാണ് ലാംഗ്വേജ് അല്ലെങ്കിൽ ജർമ്മൻ സംസാരിക്കാനായിട്ട് ഏത് മെത്തേഡാണ് നിങ്ങൾ യൂസ് ചെയ്ത് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് വഴി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഒരുപാട് വലിച്ചു നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. എനിക്ക് ഉറപ്പായിട്ടും വിശ്വാസമുണ്ട് കേട്ടോ, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പം നിങ്ങളുടെ ഈ പ്രശ്നം, നിങ്ങളുടെ ഈ വിഷമം എന്താണേലും തീരുമെന്നുള്ളത്. അപ്പം ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് ഇനി വേറെ ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ആരെങ്കിലും ഇതിനേക്കാളും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് നിങ്ങൾക്കറിയാം, നിങ്ങളത് വഴി നിങ്ങൾ ലാംഗ്വേജ് നന്നായിട്ട് സംസാരിക്കാൻ, ജർമ്മൻ നന്നായിട്ട് സംസാരിക്കാൻ പഠിച്ചുവെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവരുടെ ഡെയിലി ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വൈകുന്നേരം വരെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. രാവിലെ എഴുന്നേൽക്കുന്നു, ബാത്റൂമിൽ പോകുന്നു, പല്ല് തേക്കുന്നു, ജോലിക്ക് പോകുന്നു, സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഔട്ടിങ്ങിന് പോകുന്നു, പല ഫ്രണ്ട്സുമായിട്ട് മീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആരും ഒരിക്കൽ പോലും അന്ന് ദിവസം വൈകുന്നേരം ഇന്ന കാര്യങ്ങളൊക്കെ ഞാനിത് ചെയ്തു, അല്ലെങ്കിൽ ചില ആളുകളൊക്കെ ഡയറി എഴുതുന്ന എന്നാ പറയുക ഡെയിലി ഡയറി എഴുതുന്ന സ്വഭാവമൊക്കെ ഉള്ളവരുണ്ടായിരിക്കും, അങ്ങനെ ഒരു ശീലമുള്ളവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയൊന്നും ഇല്ലാത്ത ആളുകളുണ്ടല്ലോ. അപ്പം നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നുണ്ടായിരിക്കത്തില്ല. അപ്പം ഇന്ന് മുതൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇപ്പം ജർമ്മൻ എനിക്ക് സംസാരിക്കാൻ പാടാണ്, ഞാൻ B2 പാസ്സായി, എന്നിട്ടും എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് വിഷമിക്കുന്നവർ ഉറപ്പായിട്ട് ഇന്ന് മുതൽ കിടക്കുന്നതിന് മുമ്പ് ഞാൻ രാവിലെ എഴുന്നേറ്റ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ നമ്മൾ പറയാൻ ശ്രമിക്കുക സ്വന്തമായിട്ട്. അപ്പം പിന്നെ നമുക്ക് സംസാരിക്കാനുള്ള, നമുക്ക് മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുക എന്നല്ലേ. അപ്പം എപ്പോഴും നമുക്ക് ഒരാളെ, ഒരു പാർട്ട്ണറെ സംസാരിക്കാൻ കിട്ടണമെന്നില്ല. ഇത് നമുക്ക് ആരുടെ ആവശ്യമില്ല, സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിൽ ഇരുന്ന് നമുക്ക് ഉറക്കെ സംസാരിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ ഡെയിലി മോർണിംഗ് റുട്ടീന് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പല വാക്കുകളും നമുക്ക് അറിയത്തില്ലായിരിക്കും. അപ്പം നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ, അറിയത്തില്ലാത്ത വാക്കുകൾ നിങ്ങൾക്കറിയാവുന്ന തരത്തില്ല, ലിയോ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കിട്ടാത്ത വാക്കുകൾ ഇംഗ്ലീഷിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ജർമ്മൻ വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതൊന്ന് ഡൗൺലോഡ് ചെയ്താൽ പ്ലേ സ്റ്റോറിലുണ്ട്. അപ്പോൾ കിട്ടാത്ത വാക്കുകൾ അത് എന്നായിരിക്കും നമ്മൾ തിങ്ക് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താണേലും ആ വാക്ക് കണ്ടുപിടിക്കുമല്ലോ. അപ്പോൾ അതുവഴി അത് ഡെയിലി നമ്മൾ പരിശീലിക്കുന്ന വഴി നമ്മൾ കുറേ വാക്കുകൾ പഠിക്കും. കാരണം നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വ്യത്യാസം കാണും. അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കും കേട്ടോ. ഇപ്പം ഞാനും B2 കഴിഞ്ഞാൽ വന്നേ എന്ന് വെച്ചുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ ജർമ്മൻകാർ സംസാരിക്കുന്ന പോലെ ഒന്നും എനിക്കും ജർമ്മൻ സംസാരിക്കാൻ അറിയത്തില്ല. ഞാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോഴും ഒരുപാട് മിസ്റ്റേക്കുകൾ വരാറുണ്ട്. അപ്പം ഓരോ ദിവസം കഴിയുന്തോറും നമ്മളിപ്പം ഓരോ ദിവസവും ഓരോ വർഷവും അല്ലാതുപോലെ ഓരോ മാസവും കഴിയുന്തോറും നമ്മൾ ഓരോരോ കാര്യങ്ങൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം നിങ്ങളെല്ലാവരും ചെയ്തു നോക്കൂ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പം നമ്മൾ എവിടെയെല്ലാം ടൂർ പോകുന്നു, ഇപ്പം നമുക്ക് വെക്കേഷൻ കിട്ടുമ്പോഴൊക്കെ ടൂർ പോകുന്നില്ല, നമുക്ക് ഓർത്തെടുക്കാം നമ്മൾ പോയ ടൂറുകൾ, അന്ന് നമ്മൾ എവിടെയൊക്കെ പോയി, എന്തെല്ലാം സംഭവിച്ചു, അതൊക്കെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇപ്പം നമ്മൾ വീട്ടിൽ ഇരുന്ന് പറയുന്നത് ചിലപ്പോൾ ഹസ്ബൻഡ് കാണുമായിരിക്കും, അല്ലെങ്കിൽ പിള്ളേർ കാണുമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജീവിക്കുന്നവരാണെങ്കിൽ ആരും കാണത്തില്ല നമ്മളിതിവിടെ വീട്ടിൽ കിടന്ന് ഒച്ചയ്ക്ക് പറയുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഒച്ചത്തിൽ പറയുന്നത് വഴിയുള്ള ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് സംസാരിക്കാനുള്ള പേടി മാറും. ചില സിറ്റുവേഷനൊക്കെ എനിക്ക് ചില സമയത്ത് വരാറുണ്ട്. ചില സിറ്റുവേഷനിൽ ഇപ്പം എത്രയൊക്കെ ജർമ്മൻ അറിയാമെന്ന് പറഞ്ഞാലും ചില സിറ്റുവേഷനിൽ വെച്ചാൽ സംസാരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ.
അപ്പം ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ കോൺഫിഡൻസും കൂടി നമുക്ക് നന്നായിട്ട് ഉണ്ടാവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കഥകൾ വായിച്ചിട്ട് ആ കഥ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. നമ്മൾ മനസ്സിൽ ഓർക്കുമല്ല, നമ്മളത് വാഗോണ്ട് പറയണം. പറയുന്നത് വഴിയാണ് നമ്മുടെ ലാംഗ്വേജ്, നമുക്ക് പറയാനും നമ്മുടെ പ്രൊണൗൺസിയേഷൻ കാര്യങ്ങളൊക്കെ ആണല്ലോ നമ്മൾ എല്ലാവരുടെയും പ്രശ്നം അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ വാ തുറന്ന് പറയുകയും, കാരണം മറ്റ് യൂറോപ്പിൽ നിന്ന് വന്ന രാജ്യത്തു നിന്ന് വന്നവർക്കൊക്കെ അവരുടെ ലാംഗ്വേജൊക്കെ ആയിട്ട് അവരുടെ എന്താ പറയുക പ്രൊണൗൺസിയേഷൻ, അവരുടെ വായൊക്കെ വഴങ്ങില്ല. ജർമ്മൻ ലാംഗ്വേജ് അവരുടെ ഓരോ പ്രൊണൗൺസിയേഷനൊക്കെ ആയിട്ട് അവർ കുറച്ചുകൂടി ഈസി ആയിരിക്കും. നമ്മളെപ്പോലെയുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് ജർമ്മൻ പറയാനും അങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നമ്മൾ ഒരുപാട് എത്രമാത്രം നമ്മൾ എഫേർട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നതോ അതുവഴിയേ നമ്മൾ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യത്തുള്ളൂ. നമ്മളിപ്പോൾ ഒന്നും ചെയ്തില്ല, അല്ല എനിക്ക് ലാംഗ്വേജ് പഠിക്കണം, ഞാൻ B2 പഠിച്ചു എന്നിട്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ലാംഗ്വേജ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അപ്പം എൻ്റെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉറപ്പായിട്ട് ഹെൽപ്ഫുൾ ആകും. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയവർ ഒന്ന് എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പം അടുത്തൊരു നല്ല യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ അപ്പം എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.